പുനരധിവസിപ്പിച്ച് 2 പതിറ്റാണ്ട് പിന്നിടുമ്പോഴും അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇല്ലാതെ ദുരിതം അനുഭവിക്കുകയാണ് ഇടുക്കി ചിന്നക്കനാൽ 301 ഉന്നതിയിലെ ആദിവാസി കുടുംബങ്ങൾ. തങ്ങൾക്കായി ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ടെങ്കിലും തിരിഞ്ഞു നോക്കുന്നില്ലെന്നാണ് ഇവരുടെ പരാതി. 2002-2003 കാലഘട്ടത്തിലാണ് ചിന്നക്കനാലിൽ ആദിവാസി പുനരധിവാസ പദ്ധതി നടപ്പിലാക്കിയത്. സംസ്ഥാനത്തിന്റെ വിവിധ മേഖലകളിൽ നിന്നുള്ള ആദിവാസി കുടുംബങ്ങൾക്ക് സ്ഥലവും വീടും നൽകിയാണ് പുനരധിവസിപ്പിച്ചത്. എന്നാൽ ഇതിനുശേഷം ഇവർക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങളൊന്നും നടപ്പിലാക്കുന്നതിന് അധികൃതർ തയ്യാറായിട്ടില്ലെന്നാണ് കുടുംബങ്ങളുടെ പരാതി. പണിത് നൽകിയ വീടുകളെല്ലാം ചോർന്നൊലിക്കുന്ന അവസ്ഥ. കാട്ടാനകൾ കൂട്ടത്തോടെ ഉന്നതിക്കുള്ളിൽ തമ്പടിക്കുന്നു. കാട്ടാനയെ പേടിച്ച് ഉറക്കം നഷ്ടപ്പെട്ടതോടെ നിരവധി കുടുംബങ്ങൾ വീടും സ്ഥലവും ഉപേക്ഷിച്ചു പോയി. കാട്ടാന പ്രതിരോധത്തിനായി മുള്ളുവേലി പോലും ഇവിടെ സ്ഥാപിച്ചിട്ടില്ല. ഇത്തരം കാര്യങ്ങളെല്ലാം നോക്കാൻ ട്രൈബൽ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടെങ്കിലും ഒരു പ്രയോജനവുമില്ലെന്നും ഡിപ്പാർട്ട്മെന്റ് നന്നായാലേ തങ്ങളും നന്നാകുമെന്നാണ് ഉന്നതിയിലെ മൂപ്പൻ മനോഹരൻ പറയുന്നത്. കോളനിയിലകത്ത ഉദ്യോഗസ്ഥന്മാരെല്ലാം മറന്നുണ്ട് കാണുന്നുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് ട്രൈബൽ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. പക്ഷേ ഇരുന്നിട്ട് കാര്യമില്ല. പക്ഷേ അവർ നന്നായാൽ ഞങ്ങളും നന്നായാലേ. അവർ ഒന്നും തിരിഞ്ഞു നോക്കുന്നില്ല. ഞങ്ങളുടെ 301 കോളനിയിലേക്ക് MP വരുന്നുണ്ട്, MLA വരുന്നുണ്ട്, കലക്ടർ വരുന്നുണ്ട്, വന്ന് എല്ലാം കാണുന്നുണ്ട്. ഞങ്ങളുടെ ബുദ്ധിമുട്ടുകൾ ഞങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ ഇതുവരെ നടപ്പിലാകുന്നില്ല. അവർ നടപ്പിലാക്കി തരുന്നില്ല. മാത്രവുമല്ല, പ്രദേശത്തേക്കുള്ള റോഡും ഇതുവരെ നിർമ്മിച്ചിട്ടില്ല. ഉന്നതിയിൽ നിന്നും കുറച്ചു ഭാഗം റോഡ് കോൺക്രീറ്റ് നടത്തിയിട്ടുണ്ടെങ്കിലും ബാക്കി ഭാഗം പൂർണ്ണമായും തകർന്നു കിടക്കുകയാണ്. 2 പതിറ്റാണ്ട് പിന്നിടുമ്പോഴും റോഡ് പോലും നിർമ്മിക്കാതെ തങ്ങളെ അവഗണിക്കുകയാണെന്നാണ് ഉന്നതിക്കാരുടെ ആരോപണം. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.